ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ജസ്റ്റിനൊക്കെ ഇതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ടിഫറിനൊക്കെ ചോദിക്കാം. ഇതുമായിട്ട് പ്രൊജക്റ്റൈലുമായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. സോ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന 3 ഇക്വേഷൻസ് നമുക്കറിയാം. V = U + AT ആൻഡ് S = UT + ½ AT സ്ക്വയർ. മാഗ്നിറ്റ്യൂഡാണ് എഴുതുന്നത്. V² = U² + 2AS. ഇതെല്ലാം യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസാണ് അല്ലേ. അതായത് നമ്മൾ ആക്സിലറേഷൻ dv/dt എന്നെടുത്തിട്ട് dv = AdT എന്നെഴുതി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ A നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫോർമുല എല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ A കോൺസ്റ്റൻ്റ് ആണ്, അല്ല യൂണിഫോമാണ്. അപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി അണ്ടർ ഒരു വസ്തു വീഴുവാണെങ്കിൽ അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് G ആയിരിക്കും. ഈ ജിയുടെ വാല്യൂ 9.8 m/s² എന്നാണ്. നിയർ എർത്ത് സർഫസ് ഓക്കെ, എർത്ത് സർഫസിലാണ് ഈ വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പം അറ്റ് ആൾട്ടിറ്റ്യൂഡ് h ഓർ ഡെപ്ത് h, ജിക്ക് ഡിഫറെൻറ്റ് വാല്യൂ ഉണ്ട്. അത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ജിക്ക് നമുക്ക് 10 m/s² എന്ന് എടുക്കാം. നമ്മൾ ഫോർ സിംപ്ലിഫൈങ് ദ കാൽക്കുലേഷൻസ് ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കാം. എളുപ്പത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ ഒരു സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സൈൻ കൺവെൻഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം തെറ്റിപ്പോകും. അതായത് അപ്വേർഡ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, ഡൗൺവേർഡ് നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പം ഡൗൺവേർഡ് അല്ല ജി. അപ്പോൾ ജിയുടെ വാല്യൂ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത് സൈനിൽ. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഞാൻ ആ പ്രോബ്ലം ഫുള്ളായിട്ട് എഴുതുന്നില്ല, അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തേക്കുന്നു അറ്റ് എ ഹൈറ്റ് h ഫ്രം ദ ഗ്രൗണ്ട്. ഇത് ഗ്രൗണ്ട് ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നു ഓഫ് മാസ് m, ഒരു ഹൈറ്റ് h നിന്ന് ഡ്രോപ്പ് ചെയ്തേക്കുന്നു. അപ്പോൾ ഡ്രോപ്പ്ഡ് എന്നാണ് പറഞ്ഞത്. ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോപ്പ്ഡ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി 0. പ്രൊജക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. ഡ്രോപ്പ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഫൈൻഡ് ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു ഹിറ്റ് ദ ഗ്രൗണ്ട്. ഇതൊക്കെ വളരെ ബേസിക്കായിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ ബേസിക്കുന്നതിന് പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ദെൻ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. ഇപ്പോൾ ഈ 2 പ്രോബ്ലമാണ്. എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ബേസിക്കുന്നത്, പിന്നെ നമുക്ക് അഡ്വാൻസിലോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യണം. ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു ഹിറ്റ് ദ ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഡിസ്പ്ലേസ്മെൻ്റ് അറിയാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റും അറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ടൈം കാണും? നമുക്കറിയാം സെക്കൻഡ് ലോ അനുസരിച്ച് S = UT + ½ AT² എന്നല്ലേ. ഇനി ഇതൊരു വെക്റ്റർ ഇക്വേഷനാണ്. നമ്മൾ സൈൻ കൊടുക്കണം. ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്ററാണ്, അതുകൊണ്ട് സൈൻ കൊടുക്കണം. ഇപ്പം നമ്മൾ സപ്പോസ് ഇതാണ് നമ്മൾ റെഫറൻസ് ലെവലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാണ്. അപ്പോൾ താഴോട്ടൊന്ന് ഞാൻ പറഞ്ഞത് എന്തുവാണ്, നെഗറ്റീവ് എന്ന് എടുക്കണം അല്ലേ. അപ്പം ഇതിനെ മൈനസ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര തന്നിട്ടുണ്ട്, h ആണ്. അപ്പം ഓക്കെ, -h, കാരണം നമ്മൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. റെഫറൻസ് അപ്പം -h = യുവിൻ്റെ വാല്യൂ എന്താണ്, 0. കാരണം ഡ്രോപ്പ് ചെയ്തേക്കുവാണ് 0 × t + ½ × എയുടെ വാല്യൂ നമുക്കറിയാം -g ആണ്. കാരണം താഴോട്ടാണ് ബോൾ വരുന്നത് അല്ലേ, താഴോട്ട്. അപ്പോൾ A = -g ആണ്. അപ്പോൾ -g × t². അപ്പോൾ -h = -½ gt². മൈനസ് ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്, √2h/g.
അപ്പം ഇങ്ങനെ പഠിച്ചിരിക്കുക, ഒരു ബോൾ ഒരു എച്ച് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ടേക്കൺ ടു ഹിറ്റ് ദ ഗ്രൗണ്ട് ഈസ് √2h/g. ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യം വരും, ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. അപ്പം തേർഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? v² = u² + 2as. ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0 ആണെന്നറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം -h ആണെന്നറിയാം, ആക്സിലറേഷൻ അറിയാം -g ആണെന്നറിയാം. അപ്പോൾ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി = 0 + 2 × -g × -h. v² = 2gh, v = √2gh. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിക്കുക. v = √2gh. ഒരു ബോൾ ഡ്രോപ്പ് ചെയ്ത് h ഹൈറ്റിൽ നിന്ന് വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ് ദി ഗ്രൗണ്ട് v = √2gh എന്ന് പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, നമുക്ക് എന്നാലൊരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത് CBSE AIPMT 2006 ചോദിച്ച ചോദ്യമാണ്. 2 ബോഡീസ് ഉണ്ട്, ഞാൻ എഴുതുന്നില്ല, ഞാൻ വിഷ്വലൈസേഷൻ തരാം. A ബോഡി ഓഫ് മാസ് ഇതിൻ്റെ തന്നിട്ടുണ്ട് 1 kg. ദെൻ B ഒരു ബോഡി തന്നിട്ടുണ്ട്, മാസ് = 3 kg. ആർ ഡ്രോപ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ഈ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 16 മീറ്ററാണ്, ഈ ഹൈറ്റ് തന്നിരിക്കുന്നത് 25 മീറ്ററാണ്. എന്നാൽ ടൈം ടേക്കൺ ബൈ എ റേഷ്യോ വെച്ചേക്കുന്നത് എയ്ക്കും ബിക്കും താഴെ എത്താൻ എടുക്കുന്ന ടൈം എന്താണ്? മാസ് ഡിഫറൻ്റ് ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഫോർമുല എന്താണ്? T = √2h/g. അപ്പോൾ ഇതിനെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒള്ളി ഹൈറ്റ്. g സെയിം ആണ് ബോത്തിന്. അപ്പോൾ TA/TB എന്ന് പറയുന്നത് √HA/HB എന്ന് നമുക്ക് എഴുതാം, കാരണം അതിന് പ്രൊപ്പോർഷണലാണ്, g കോൺസ്റ്റൻ്റ് ആണ്. സോ √HA മീൻസ് 16/25. ഇതെങ്ങനെ എഴുതും? √16/25 എന്ന് പറയുമ്പോൾ എന്താണ്? 4/5 അല്ലേ? 4/5. കണ്ടോ? ഇതാണ് റേഷ്യോ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. മാസൊക്കെ നമ്മളെ ചുമ്മാ കൺഫ്യൂസ് ചെയ്യാൻ തരുന്നതാണ്, അതിന് ഒരു പ്രാധാന്യം അവിടെ ഇല്ല. കാരണം ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്തുള്ള കേസാണ്. എയർ റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ ഇതിൻ്റെ കേസ് മാറും, അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. ഇപ്പോൾ എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്തുള്ള കേസാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ബോൾ ഡ്രോപ്പ് ചെയ്തേക്കുന്നു, 20 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്തേക്കുന്നു. ഇതാണ് ഇതിൻ്റെ വിഷ്വലൈസേഷൻ. അപ്പോൾ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ് ദ ഗ്രൗണ്ട്. വെലോസിറ്റി എന്താണ് വെലോസിറ്റി? √2gh അല്ലേ? √2 ഇൻറ്റു സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ g-നെ 10 നടക്കുക ഇൻറ്റു 20. അപ്പോൾ ഇതെന്താണ്? √400, അതായത് 20 m/s. കണ്ടോ? വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലംസ്. വേറെ ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് റിലീസ്ഡ്. ഓക്കെ, റിലീസ് ചെയ്ത് എന്ന് വെച്ചാൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇതൊരു ടവറാണ്. ഓക്കെ, ഒരു ബോഡി റിലീസ് ചെയ്യുന്ന. ഓക്കെ, ഇറ്റ് ടേക്സ് t seconds ടു റീച്ച് ദ ഗ്രൗണ്ട്. ഇറ്റ് ടേക്സ് t second ടു റീച്ച് ദ ഗ്രൗണ്ട്. അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ടേക്സ് t seconds ടു റീച്ച് ദ ഗ്രൗണ്ട്. വേർ വിൽ ബി ദ ബോൾ ആഫ്റ്റർ ടൈം t/2 seconds. ഓക്കെ, അപ്പോൾ എന്താണ്? വേർ വിൽ ബി ദ ബോൾ. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, എവിടെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം, ഇനീഷ്യലി നമുക്കറിയാം ഒരു ബോൾ ഡ്രോപ്പ് ചെയ്താൽ എടുക്കുന്ന ടൈം എന്താണ്? T = √2h/g. ഇത് നമുക്കറിയാം, നമ്മൾ പഠിച്ച് വയ്ക്കാൻ പറ്റുന്ന ഫോർമുലയാണ്. അപ്പോൾ t/2 സെക്കൻഡിൽ എവിടെ ആയിരിക്കും അല്ലേ? ഇത് നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? ഫ്രം ടോപ്പ് ഓഫ് ദ ടവർ. ടോപ്പ് ഓഫ് ദ ടവറാണ് എച്ച് മെഷർ ചെയ്തത്. ഫ്രം ടോപ്പ് ഓഫ് ദ ടവർ എച്ച് അല്ലേ? ഫ്രം ടോപ്പ് ഓഫ് ദ ടവർ എച്ച് ഈസ് മെഷേർഡ്. ഓക്കെ, ഇനി t/2 സെക്കൻഡ്സിൽ സപ്പോസ് ഒരു h' നിന്ന് ഇരിക്കട്ടെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ T = √2h/g എന്നാണ്. ഇത് ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 2 എന്ന് എടുത്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 = √h'/h എന്ന് കിട്ടും. h' = h/4 എന്ന് കിട്ടും. ഇത് ഫ്രം ടോപ്പ് എന്നാണ്. കാരണം എന്താണ്? നമ്മൾ h മെഷർ ചെയ്തേക്കുന്നത് ടോപ്പിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ റെഫറൻസ്.
ഇവിടെ നിന്നാണ് മെഷർ ചെയ്തേക്കുന്നത് എച്ച്. അതുകൊണ്ട് h/4 ഫ്രം ടോപ്പ്. അപ്പോൾ ടോട്ടൽ h മൈനസ് h/4 ഈക്വൾ 3h/4 ഫ്രം ബോട്ടം. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? യെസ്, വളരെ എളുപ്പം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എ സ്റ്റോൺ ഈസ് ഒരു സ്റ്റോൺ ത്രോൺ ചെയ്ത് വെർട്ടിക്കലി അപ്വേർഡ്. സ്റ്റോൺ ത്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ആൻ ഇനിഷ്യൽ വെലോസിറ്റി യു ഉണ്ട് അവിടെ. ഓക്കെ, ഇപ്പോൾ ഒരു യു ഉണ്ട്. വെൻ ദ സ്റ്റോൺ ഈസ് അറ്റ് എ ഹൈറ്റ് ഹാഫ് ഓഫ് ഇസ് മാക്സിമം ഹൈറ്റ്. അപ്പം ടോട്ടൽ ഹൈറ്റ് നമ്മളിപ്പോൾ നിർത്താൻ ഇതിൻ്റെ ഹാഫിലെത്തിയപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സപ്പോസ് 10 m/s തന്നിട്ടുണ്ട്. ദെൻ ദ മാക്സിമം ക്വസ്റ്റ്യൻ ഇതാണ്. മാക്സിമം CBSE AIPMT 2011 ചോദിച്ച ചോദ്യം. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ സ്റ്റോൺ. മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ സ്റ്റോൺ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്കറിയാം, നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് അറിയത്തില്ല, പക്ഷേ ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് v² = u² + 2as ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. കാരണം ഫൈനൽ വെലോസിറ്റി അറിയാം, ഇനിഷ്യൽ വെലോസിറ്റി അറിയില്ല, ബട്ട് ഹൈറ്റ് അറിയാം, ആക്സലറേഷൻ അറിയാം. അപ്പോൾ ഫൈനൽ വെലോസിറ്റി 10² 100 കിട്ടും. ഇനിഷ്യലി നമുക്ക് അറിയത്തില്ല, u² ഇടുക പ്ലസ് 2 × a അറിയാം, എപ്പോഴും നെഗറ്റീവാണ് അല്ലേ, -g ആണ്. നമ്മൾ ഇവിടെ നിന്നാണ് ത്രോ ചെയ്തത്, അപ്പോൾ ഇത് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക, ഗ്രൗണ്ട് റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത്ര ഹൈറ്റാണ് h/2 അല്ലേ, അത് പോസിറ്റീവ് ആണ്, അപ്വേർഡ് അല്ല, അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. റെഫറൻസ് ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, 100 = u² - 10h എന്ന് കിട്ടത്തില്ലേ. ഇത് ഇക്വേഷൻ വേണമെന്ന് മാർക്ക് ചെയ്യും. ഇനി നമുക്കറിയാം മാക്സിമം ഹൈറ്റ് will be attained when final velocity is 0 അല്ലേ. ഫൈനൽ വെലോസിറ്റി 0 ആകുമ്പോഴല്ലേ മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. അതായത് v² = u² + 2as എന്ന് പിന്നെയും കൊടുക്കുക. ഫൈനൽ വെലോസിറ്റി 0 ആകുമ്പോൾ 0 = u² + 2 × -g × ഇതിൻ്റെ വാല്യൂ എന്താണ്, നമുക്ക് h എന്ന് കൊടുത്തൂടെ. അതായത് ടോട്ടൽ ഹൈറ്റ് ഇപ്പോൾ h ഇത്രയാണ്, ഇത് ഗ്രൗണ്ടാണ്, അപ്പോൾ മുകളിലോട്ടാണ്, അതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. കണ്ടോ, മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. ഇതാണ് നമ്മൾ സൈൻ കൺവെൻഷൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് u² = 2gh എന്ന് കൊടുത്തൂടെ, കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് 100 ഫ്രം ഇക്വേഷൻ 1 100 = u² - 10h എന്ന് കിട്ടും. അപ്പോൾ 100 = u² എന്താണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടും 2gh - 10h. ഇത് 20h എന്ന് കിട്ടും, -10h 100. അപ്പോൾ 100 = 10h എന്ന് കിട്ടും. അപ്പോൾ h എന്താണ്, 10 മീറ്റർ. കണ്ടോ, വളരെ എളുപ്പം. ബേസിക് കൺസെപ്റ്റ് അറിയണം, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് എല്ലാം. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. ഓക്കെ, 2 പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം, എ സ്റ്റോൺ ഫാൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഒരു സ്റ്റോണ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി ഫോൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് കവേഴ്സ് ഡിസ്റ്റൻസസ് h1, h2 and h3 in first 5 seconds. In the first 5 seconds, the next 5 seconds and the next 5 seconds respectively. The NEET 2013 ചോദ്യം. അടുത്ത റിലേഷൻ ബിറ്റ്വീൻ h1, h2, h3 ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം.
അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തേക്കും. അപ്പം ഡ്രോപ്പ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി 0 എന്നറിയാം. അപ്പോൾ ഫസ്റ്റ് 5 സെക്കൻഡ് ഇറ്റ് ട്രാവൽസ് h1 ഡിസ്റ്റൻസ്, നെക്സ്റ്റ് 5 സെക്കൻഡിൽ ഇറ്റ് ട്രാവൽസ് x2 ഡിസ്റ്റൻസ്, നെക്സ്റ്റ് 5 സെക്കൻഡ്സിൽ ഇറ്റ് ട്രാവൽസ് h3 ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മളെടുത്ത് സോൾവ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ -g എന്നറിയാം, ടൈം 5 സെക്കൻഡ്സ് ആണ്, s = -h1 ആണ്. കാരണം എന്താ, നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് റെഫറൻസ് റെഫറൻസ്. അപ്പോൾ താഴോട്ട് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, s = ut + ½ at² എന്ന് കിട്ടും. s എന്ന് പറയുന്നത് -h1, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, +½ × -g t² എന്ന് കിട്ടും അല്ലേ. h1 = അപ്പോൾ ഇതെന്ത് കിട്ടും, h1 = ½ × 10 × t എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടും അല്ലേ. 25, അതായത് 25g/2 എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 മാർക്ക് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസ് നമ്മൾ ഏതാണ്ട നോക്കൂ. നെക്സ്റ്റ് 10 സെക്കൻഡ്സിൽ ഇത് h1 + h2 ഡിസ്റ്റൻസ് കവർ ചെയ്യും അല്ലേ. ഡ്രോപ്പ് ചെയ്തേക്കുന്നത് 0-ലാണ്, ബട്ട് s എന്ന് പറയുന്നത് -h1 + h2 ആണ്. കാരണം എന്താണ്, ഇവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. ആക്സലറേഷൻ -g ആണ്, ടൈം 10 സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് s = ut + ½ at² ആണ്. അപ്പം -h1 + h2 എന്ന് പറയുന്നത് ഇനിഷ്യൽ 0 ആണ്, +½ × -g × t² 100 ആണ്. അപ്പോൾ ഇത് h1 + h2 = 100g/2 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസ് വരുമ്പോൾ എന്താവും, ഇനിഷ്യൽ 0 ആണ്, s എന്ന് പറയുന്നത് -h1 + h2 + h3, അതായത് നമ്മൾ ഇത്രയും എടുക്കും. ഇതാണ് -h1 + h2 + h3. ആക്സലറേഷൻ -g ആണ്, -10 ആണ്, ടൈം 15 സെക്കൻഡ്സ് ആണ്. അപ്പോൾ s = ut + ½ at² ആണ്. ഇത് -h1 + h2 + h3 എന്ന് പറയുന്നത് ഇനിഷ്യൽ 0 ആയിട്ട് ½ × -g × t² എന്ന് പറയുമ്പോൾ 225. അപ്പോൾ h1 + h2 + h3 എന്ത് കിട്ടും, 225g/2 അല്ലേ. അപ്പോൾ h1 നമുക്ക് എന്ത് കിട്ടി, 25g/2. h2 എന്ത് കിട്ടി, h2 അല്ല, h1 + h2 അല്ലേ. h1 + h2 നമുക്ക് കിട്ടി 100g/2, ആൻഡ് h1 + h2 + h3 എന്ത് കിട്ടി, 225g/2 അല്ലേ. ആണ്. അപ്പോഴേ ഈ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഇതിനകത്തുനിന്ന് h2 എന്താണ്, 100g/2 - h1 അല്ലേ. അതായത് 100g/2 - 25g/2 എന്ന് കിട്ടും. ഇതിനെ 75g/2 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ h3 എന്ത് കിട്ടും, 225g/2 - 75g/2 - 25g/2 അല്ലെ 100g/2 എന്ന് എഴുതാം. എങ്ങനെ വേണം എഴുതാം, 225g/2 - 100g/2, അതായത് 125g/2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ. അപ്പോൾ h1 = h2 = h3 എന്ത് കിട്ടും, h1 25 ബാക്കിയെല്ലാം സെയിം അല്ലേ, 75 125. 5 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 5. ഇപ്പോൾ 25 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 25 വെച്ച് കിട്ടാമല്ലോ, 1:3:5. ഇതാണ് റേഷ്യോ. കണ്ടോ, ഇതാണ് റേഷ്യോ. ഇപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസിൽ ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ റേഷ്യോ ഹൈറ്റ് 1:3:5 ആയിരിക്കും അല്ലേ. അതാണ് ഐഡിയ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇതിന് ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാട്ടർഫാൾ ഡ്രോപ്പ് ചെയ്യുന്നത്, അതായത് നമുക്കൊരു ടാപ്പുണ്ട്. ഇതാണെന്നിരിക്കട്ടെ ടാപ്പ്. ഈ ടാപ്പിൽ നിന്ന് വാട്ടർ ഫോൾ ചെയ്യുവാണ്. ഓക്കെ, ഈ ടാപ്പ് ഇന്നിരിക്കുന്നത് 5 മീറ്റർ ഡിസ്റ്റൻസാണ് ഫ്രം ദി ഗ്രൗണ്ട്.
the third drop is falling. Okay, third drop is leaving the tap at an instant when first drop reaches the ground. അപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് റീച്ച് ചെയ്യുമ്പോഴാണ് തേർഡ് ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഫാർ എബോവ് ദ ഗ്രൗണ്ട് ഈസ് ദി, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഈസ് ദ സെക്കൻഡ് ഡ്രോപ്പ് at that instant. The CBSE AIPMT 1995 ചോദിച്ച ചോദ്യമാണ്. അതായത് വാട്ടർ ടാപ്പിൽ നിന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫാൾ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡ്രോപ്പ് റീച്ച് ചെയ്യുന്ന സമയത്ത് തേർഡ് ഡ്രോപ്പ് ലീവ് ചെയ്യുന്നതാണ്. വാട്ടർ ഡ്രോപ്സ് ആർ ഫാളിങ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്ന് വന്നിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്സ് ഫാൾ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. കണ്ടോ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം റെഗുലർ ഇൻ്റർവെൽസ്. ഫ്രം എ ടാപ്പ് 5 meter above the ground. So third drop is leaving when first drop reaches the ground. അപ്പോൾ ഇതിൻ്റെ റെഗുലർ ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടൈം ഇൻ്റർവൽ ഈക്വലാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ടൈം ഇൻ്റർവൽ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം എന്ത്, റേഷ്യോസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഓർഡർ ഓഫ് 1:3 ആയിരിക്കും അല്ലേ? ആദ്യത്തെ ഡ്രോപ്പിലിട്ടും അതായത് തേർഡ് ഡ്രോപ്പിലും സെക്കൻഡ് ഡ്രോപ്പിൽ 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്രോപ്പും സെക്കൻഡ് ഡ്രോപ്പിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 3 എന്ന് എടുക്കാം. റേഷ്യോ നമുക്ക് 3 എന്ന് എടുക്കാം. അതായത് 1 × x + 3 × x എന്ന് പറയുന്നതാണ് 5 എന്ന് തന്നിരിക്കുന്നത്. അതായത് 4x ആണ് 5 എന്ന് തന്നിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 5/4. ഇപ്പോൾ ടോട്ടൽ, അപ്പം വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഫാർ അബവ് ദ ഗ്രൗണ്ട് ഇസ് സെക്കൻഡ് ഡ്രോപ്പ് എത്തുന്നത്. അപ്പോൾ സെക്കൻഡ് ഡ്രോപ്പ് എത്ര ഹൈറ്റിലാണ്? 3x അല്ലേ? അതായത് 3 × 5/4 അതായത് 15/4, അതായത് 3.75 meter ആണ്. കണ്ടോ? വളരെ എളുപ്പമായിട്ട് ചെയ്താൽ. അപ്പോൾ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് അറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. കണ്ടോ? ആദ്യത്തെ 1:3:5 ഇത് പോകുന്നത്, ഈക്വൽ ഇൻ്റർവെൽസിലാണ്. അപ്പോൾ നമുക്ക് 1:3 എന്നുള്ള ഇൻ്റർവെലാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഡ്രോപ്പ് ഈസ് ലീവിങ് വെൻ ഫസ്റ്റ് ഡ്രോപ്പ് റീച്ചസ് ദ ഗ്രൗണ്ട് വെൻ ദ തേർഡ് ഡ്രോപ്പ് ലീവ്സ് ഫ്രം ദ ടാപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് ഡ്രോപ്പിനും സെക്കൻഡ് ഡ്രോപ്പിനും എടുത്ത് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡ്രോപ്പിന് 1 ഡ്രോപ്പിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് 3 എന്ന് എടുക്കാം. അതായത് 3 എന്നല്ല, റേഷ്യോ ആണ്. അപ്പോൾ 1x + 3x അതാണ് ടോട്ടൽ 5x എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് എക്സ് കാണാൻ പറ്റും. എക്സ് കണ്ടു കഴിഞ്ഞാൽ ഹൗ ഫാർ ഈസ് ദ സെക്കൻഡ് ഡ്രോപ്പ് അറ്റ് ദ ഇൻസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 3x കാരണം നോക്കൂ, ഈ റേഷ്യോ ഈ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3x ആയിരിക്കും. അപ്പോൾ 3 × 5/4 ആയിരിക്കും, 15/4 ആയിരിക്കും, 3.75 meter ആയിരിക്കും. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിനെ ബേസ്ഡ് ചെയ്തുള്ള പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കും. ഓക്കെ, താങ്ക് യു.